അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധാവർഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വിശ്വാസി അതിരാവിലെ ഉറക്കം ഞെട്ടിയാൽ പറയേണ്ടത് അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ എന്നാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയണം? നമ്മൾ യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്നും വീണ്ടും അള്ളാഹു ജീവിതത്തിലേക്ക് നയിച്ചതാണ്. കാരണം അള്ളാഹുവാണ് പറയുന്നത്, വഹുവ യുഹീ വ യുമീത്ത്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. എവരിഡേ നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യണം. ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരുതരം മരണമാണ്. നമ്മുടെ ഉറക്ക സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു യതവഫ അൻഫുസ ഹീന മൗതിഹ വല്ലദീ ലം തമൂതു ഫീ മനാമിഹ വയുംസിക്കല്ലതീ ഖളാ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖ്റ ഇലാ അജലിൻ മുസമ്മ ഇന്ന ഫീ ദാലിക ലആയാതി ലിഖൗമി യതഫക്കറൂൻ. ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു, മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിനും. എന്നിട്ട് ഏതൊരു ആത്മാവിന് അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ അവൻ പിടിച്ചു വെക്കുന്നു. മറ്റുള്ളവയെ നിശ്ചിതമായ ഒരു അവധി വരെ അവന് വിട്ടേക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഉറക്കത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞവസാനിപ്പിച്ചത്, ഉറക്കം ഒരു വലിയ ദൃഷ്ടാന്തമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവും വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒരു വിശ്വാസി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞിട്ടായിരിക്കണം ഉറങ്ങേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വാഹിയ, അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, നിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുന്നു. ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ പൂർത്തീകരിച്ചും ബാക്കി വെച്ചും കൊണ്ടാണ് നമ്മളിവിടെ വിട്ടേച്ച് പോവേണ്ടത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ ഒരു ബോധത്തോടു കൂടിയാണോ നമ്മൾ ഉറങ്ങുന്നത്? ഓരോ ദിവസവും പല ഇടപാടുകളും പിരിമുറുക്കങ്ങളും ഇണക്കങ്ങളൊക്കെ സംഭവിക്കും. ആരോടെങ്കിലും സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു തീർത്തിട്ട് ഒരു വിശ്വാസി ഉറക്കത്തിലേക്ക് പ്രവേശിക്കാവൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ഉപദേശിച്ചു. അതിന് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറൈതും ബിന്നഹാരി സുമ്മ യബ്അസുകും ഫീഹി ലിയഖ്ളാ അജലിൻ മുസമ്മ സുമ്മ ഇലൈഹി മർജിഉകും സുമ്മ യുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മളൊക്കെ ഓർക്കേണ്ട ഒരായത്താണിത്. അള്ളാഹു അത്രേ രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവൻ. പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിർണിതമായ ജീവിത അവധി പൂർത്തിയാക്കപ്പെടുവാൻ വേണ്ടി പകലിൽ നിങ്ങളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. പിന്നീട് അവങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. അനന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു നമ്മളെ അറിയിക്കുകയും നമ്മളോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഒരു ദിവസം ഇവിടെ നിന്ന് അവസാന യാത്ര പുറപ്പെടേണ്ടവരാകുന്നു. നമ്മളുടെ ഇണയെയും മക്കളെയും കുടുംബമിത്രാദികളെയൊക്കെ ഇവിടെ വിട്ടേച്ച് പോകേണ്ടതാണ്. അവരൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ആരാണുള്ളതെന്ന്. അവർക്കൊക്കെ ആരൊക്കെയോ ഉണ്ടാകാം. ആരുമില്ലാത്തത് നമ്മൾക്ക് മാത്രമാണ്. മരിച്ചു കിടക്കുന്ന നമ്മുടെ ശരീരം ഖബറിൽ വെച്ചാൽ അത് പുഴുക്കൾക്ക് ആഹാരമായിരിക്കും. നമ്മൾ വിട്ടേച്ചു പോയ സ്വത്തുക്കളൊക്കെ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറുന്നതാവും. കുറച്ചു കാലം നമ്മളെക്കുറിച്ച് അവർ ഓർക്കും, പിന്നീട് തിരക്ക് മൂലം അവർ ഓർക്കാതെയാകും. അതുകൊണ്ട് വരുന്ന ദിനരാത്രങ്ങളിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ഒരു മടിയും കാണിക്കാതെ. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നം ദാഖിരീൻ. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്നിരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് നീ പുറത്തു തരണം. യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്.